പാലക്കാട് എടുക്കുവോ? പാലക്കാട് തരും. കാരണം അപേക്ഷിച്ചിട്ടുണ്ട്. അവരോട് സഹോദരന്മാരോട് എൻ്റെ അഭ്യർത്ഥന ഒരു 5 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു MLA ആയിട്ട് പോകാനല്ല, നമുക്ക് 700 കോടിയുടെ വികസന പദ്ധതികൾ 100 ദിവസം കൊണ്ട് ചെയ്തു തീർക്കാനായി കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഉൾപ്പെടെ നൽകും എന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ പാലക്കാട് വന്ന് ഇവിടുത്തെ സഹോദരന്മാരോട് അഭിവാദ്യം ചെയ്ത് അദ്ദേഹത്തിന്റെ വാക്കുകൾ പാലക്കാട് കേട്ടുകഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വോട്ടർമാർക്ക് കൂടുതൽ പ്രതീക്ഷയായി. കാരണം BJP നേതൃത്വം നൽകുന്ന NDA സർക്കാരിനെ സൃഷ്ടിക്കുക എന്നുള്ളതും അതിൽ പാലക്കാടുമായിട്ടുള്ള ഹൃദയബന്ധത്തെക്കുറിച്ച് മോദിജി സൂചിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ വരുന്നത് വാരണാസിയിൽ നിന്നാണ്. വാരണാസി കാശി വിശ്വനാഥന്റെ സ്ഥലമാണ്. ഞാനിവിടെ പാലക്കാടിലും കൽപ്പാത്തിയിൽ, കാശിയിൽ പാതി കൽപ്പാത്തി എന്നാണ്, ഞാൻ ഈ കൽപ്പാത്തിയെയും ഹൃദയത്തിൽ ചേർത്ത് വെക്കുന്നു എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം തുടങ്ങി. പിന്നീട് അദ്ദേഹം വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളിലൂടെ എങ്ങനെ കേരളത്തിൽ മുന്നേറ്റം കൊണ്ടുവരണം എന്നതിനെ കുറിച്ചുള്ള സൂചന നൽകി കഴിഞ്ഞു. അപ്പോൾ ഇവിടുത്തെ ആളുകൾക്ക്, നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടത്, ഞാൻ അവർക്ക് ചിരപരിചിതയായിട്ടുള്ള ഒരാളാണ്. 2014 പാർലമെന്റിൽ മത്സരിച്ചു, വോട്ട് അവർ ഡബിളാക്കി തന്നു. അത് കഴിഞ്ഞ് 2016 മത്സരിച്ച് 22,000 40,000 ആക്കി തന്നു. ആ സമയത്തെല്ലാം തന്നെ ഒരു B+ മണ്ഡലമായിരുന്നു. ഇന്നത് A+ മണ്ഡലത്തിൽ എത്തി നിൽക്കുകയാണ്. ആ A+ മണ്ഡലത്തിൽ നിങ്ങളുടെ ഈ സമൂഹത്തിന്റെ ശോഭയുടെ കെമിസ്ട്രി കൂടി വർക്കൗട്ട് ആവുമ്പോൾ ഇവിടെ നിന്ന് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നുള്ള ശുഭപ്രതീക്ഷയുണ്ട്. പാലക്കാട് തരും എന്നാണ് ഞാൻ കരുതുന്നത്.